ാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ 12-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് കുട്ടി. രോഗം ബാധിച്ചതെന്ന് കരുതുന്ന പൊതുകുളം അണുവിമുക്തമാക്കിയ ശേഷം അടച്ചിരിക്കുകയാണ്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണ്. പെട്ടെന്ന് ആളുകളിലേക്ക് ബാധിക്കുന്നു. വളരെ ചെറിയ ആളുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ചു പേരിലേക്ക് അത് എത്തുന്നുള്ളൂ എങ്കിലും ഈ പേടിപ്പിക്കുന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ മസ്തിഷ്ക ജ്വരം. ഇപ്പോൾ ഈ കുട്ടി ചികിത്സയിലാണെന്ന് അറിയുന്നു. ഒപ്പം ഇത് ബാധിച്ച ജലാശയം അത് അണുവിമുക്തമാക്കിയെന്നും അറിയുന്നു. എന്തൊക്കെയാണ് നടപടികൾ അവിടെ തുടർ നടപടികൾ എടുത്തിട്ടുള്ളത്? ബാക്കി ആർക്കെങ്കിലും ഈ രോഗമുണ്ടോ എന്ന് സംശയം ഉണ്ടായിട്ടുണ്ടോ? പരിശോധനകൾ ഏത് രീതിയിലാണ്? അശ്വതി, അങ്ങേയറ്റം അപകടകരമായ ഒരു രോഗമായി തന്നെയാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 10 മുതൽ 12, 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പലപ്പോഴും ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. നേരത്തെ 2 കേസുകളാണ് ഇത്തരത്തിൽ കോഴിക്കോട് മാത്രം ചികിത്സയ്ക്ക് എത്തിച്ചത്. ഒന്ന് മലപ്പുറം സ്വദേശിയായ ഒരു കുട്ടിയായിരുന്നു, പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും അതെല്ലാം വൃഥാവിലാവുകയും ഒടുക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ആ കുട്ടി മരണത്തിന് കീഴ്പ്പെടുകയുമായിരുന്നു. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ ചികിത്സ നൽകുക വരികയായിരുന്നു. പിന്നീട് 12 വയസ്സുള്ള കണ്ണൂർ സ്വദേശിനിയായ കുട്ടിയാണ്. മൂന്നാറിൽ കുളിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു പൂളിൽ നിന്നും രോഗം വന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. എന്നാൽ ആ കുട്ടിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം കോഴിക്കോട് എത്തിച്ചെങ്കിലും അവിടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൂടെ 2 ജീവനുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് കോഴിക്കോട് ഈ ഫാറൂഖ് സ്വദേശിയായി ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ 12 വയസ്സുകാരൻ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ചികിത്സയിൽ കഴിയുന്നത്. രോഗലക്ഷണമായി തിങ്കളാഴ്ചയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലകറക്കം, പനി, ഛർദിൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യം രേഖപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ആദ്യം പനിക്കുള്ള ചികിത്സ നൽകുകയും പിന്നീട് നിപ്പ പോലുള്ള പലവിധ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ തേടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രോട്ടോകോളിന്റെ ഭാഗമായി ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കിയതോടെയാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ അമീബിക് ജ്വരമാണെന്ന് ഇന്നലെ കണ്ടെത്തുകയും ചെയ്തത്. അതീവ ഗുരുതരമായി തന്നെ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വസനം അടക്കമുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഒരു കൃത്യമായ ചികിത്സ അല്ലെങ്കിൽ ചികിത്സാ പ്രോട്ടോകോൾ നിലവിലുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ 2 കുട്ടികൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഈ കുട്ടിക്കും രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് പനി, ഛർദില്, തലവേദന ഇത്തരം അടക്കമുള്ള രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ നൽകാനേ കഴിയൂ. കൃത്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എന്ന പേരിൽ മരുന്ന് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ആരോഗ്യ സംവിധാനങ്ങൾ കൃത്യമായി കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ നിരീക്ഷിച്ച് വരിക തന്നെയാണ്. ഇതിന് സമാന്തരമായി തന്നെ ഈ ഫാറൂഖിനടുത്തുള്ള അച്ചംകുളം എന്ന പൊതുകുളത്തിൽ നിന്നാണ് ഈ കുട്ടി കുളിച്ചപ്പോൾ രോഗബാധ ശരീരത്തിൽ പ്രവേശിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുളം പൂർണ്ണമായും അണുവിമുക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അടച്ചിടുകയും ചെയ്തു. മറ്റുള്ള ആളുകൾ ഇനി കുളം ഉപയോഗിക്കാത്ത രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതാണ് അനീഷ്, ചെയർപേഴ്സൺ, നഗരസഭാ ചെയർപേഴ്സൺ, രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ബുഷ റഫീഖിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അതിലേക്ക് പോകാം. നഗരസഭ ഈ കേസ് അറിഞ്ഞ ഉടനെ ഫസ്റ്റ് കേട്ട് നമ്മൾ കുളത്തിൽ ക്ലോറിനേഷൻ ചെയ്തു. ഇനി ഒരു അറിയിപ്പ് വരുന്നത് വരെ കുളത്തിൽ കുളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് അടച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് ഒരു ആശങ്ക വന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രാദേശിക കമ്മിറ്റി വിളിച്ച് നമ്മൾ അവിടെ ഉള്ളവരെ വിളിച്ചൊരു മീറ്റിംഗ് ഇന്നലെ നടത്തി. ഈ രോഗം പകരുമോ എന്നുള്ള സംശയമാണ്. അതിനടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഡോക്ടറെ വെച്ചിട്ടും ജയച്ചമാരെ വെച്ച് നമ്മൾ വലിയൊരു വിപുലമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതായത് പകരുന്നൊരു രോഗമല്ല, രോഗം സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്. കുട്ടി ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അനീഷ്, അതാണ് ഈ മസ്തിഷ്ക ജ്വരം പകരുമോ എന്നുള്ള ആശങ്കയില്ല എന്ന് അവർ പറയുമ്പോഴും ഈ ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിന്നുള്ള പരിശോധന നടത്താൻ സാധ്യമാണോ ഈ വിഷയത്തിൽ? പ്രത്യേകിച്ച് ഒരു അസുഖം ബാധിച്ച ശേഷമാണ്, ഒരു കുട്ടിക്ക് അത് അസുഖം ബാധിച്ച ശേഷമാണ് ഇപ്പോൾ ആ കുളത്തിൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ട്, ജലാശയത്തിൽ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായത്. നേരത്തെ അത്തരത്തിൽ ജലാശയങ്ങളിലോ വല്ല പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്? എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? അങ്ങനെയുള്ള ഒരു പരിശോധനയ്ക്ക് സാധ്യതയുടെ കാര്യമായി പറയുന്നില്ല. കാരണം പലപ്പോഴും
ഇത്തരം സ്ഥിരീകരിച്ച ശേഷം ഈ ജലാശയങ്ങൾ ശുചീകരിക്കുകയും അവിടേക്കുള്ള ജനങ്ങളുടെ പ്രവേശനം തടയുകയുമാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നത്. ഈ പലപ്പോഴും സൂക്ഷ്മമായ അണുക്കൾ പലതും അന്തരീക്ഷത്തിൽ കാണും, അല്ലെങ്കിൽ ആ ജലത്തിലും മറ്റ് ഈ പഴങ്ങളിലും കായകളിലുമൊക്കെ ഒരുപക്ഷെ ജീവികളിലുമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവ പുറത്ത് സ്വതന്ത്രമായി നിൽക്കുമ്പോൾ ഒരു പരിശോധനയിലൂടെ പലപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ പ്രതിപ്രവർത്തനം നടത്തുകയും അത് ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുക. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും പരിശോധനയിലൂടെ ഇത് തെളിയിക്കാൻ കഴിയുക. അല്ലെങ്കിൽ ആ ജലാശയത്തിലെ മൊത്തം ജലത്തെയും പരിശോധിച്ചാൽ അതിൽ നിന്ന് ഒരുപക്ഷെ ഈ രോഗാണു കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇത് ഒന്നിലധികം ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഡസൻ കണക്കിന് ആളുകളിലേക്ക് പ്രവേശിച്ചാൽ പോലും എല്ലാവരുടെയും ശരീരത്തിൽ ഒരേ രീതിയിൽ ഇത് പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് ഇത് കൂടുതൽ രൂക്ഷമായി കാണുന്നതെന്നാണ് നേരത്തെ ഈ പഠനങ്ങളൊക്കെ പുറത്തു വന്നത്. ആദ്യഘട്ടത്തിലൊക്കെ രോഗം സ്ഥിരീകരിച്ചപ്പോൾ പുറത്തു വന്ന പഠനങ്ങളിൽ പറയുന്നത് ഇത് എല്ലാവരിലേക്കും ഒരുപോലെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഒരുപോലെ ശരീരത്തിൽ പ്രതിപ്രവർത്തനം നടത്തുകയോ ചെയ്യുന്നില്ല. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളിലാണ് കൂടുതലായി ഈ രോഗം കണ്ടുവരുന്നത് എന്നാണ്. അതായത് മൂന്നാറിലെ കുളത്തിൽ അല്ലെങ്കിൽ ഈ അച്ചം കുളത്തിലും എല്ലാ ശ്രേണിയിൽ പ്രായശ്രേണിയിലുമുള്ള ആളുകൾ കുളിച്ചാലും ഒരുപക്ഷെ അവർക്കൊക്കെ രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്ന നിർബന്ധമില്ല. ഒരു കുട്ടിയിലോ അല്ലെങ്കിൽ മറ്റൊരാളിലോ ഒക്കെ ആവും ഒരുപക്ഷെ ഇത് കാണാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാലും അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ജനങ്ങളിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, ഇതൊരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് പകരുമോ, ആ കുളത്തിൽ കുളിച്ച എല്ലാവർക്കും ഈ രോഗം വരുമോ, ഈ രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കകളൊക്കെ ഈ രാമനാട്ടുകര ഭാഗത്ത് ദൂരീകരിക്കപ്പെട്ട് ആ രീതിയിലുള്ള ബോധവൽക്കരണം ഈ ഡോക്ടർമാരെ നേരിട്ട് എത്തിച്ച് നടത്തിയെന്നാണ് ആ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഈ കുളത്തിൽ കുളിച്ച ആളുകളുടെ പട്ടിക ഇതിനകം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ദൈനംദിനം വിലയിരുത്തി വരുന്നു. അവരുടെ ഒരു പട്ടികയിൽ അനുസരിച്ച് എന്തെങ്കിലും പനിയോ ജലദോഷമോ തലവേദനയോ ഛർദിലോ പോലെയുള്ള ഈ മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ കുളിച്ച ആളുകളുടെ ആരോഗ്യനില ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും മറ്റ് ആരിലും ഭാഗ്യവശാൽ ഇതുവരെ രോഗബാധ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് നേരിയ ആശ്വാസം. പക്ഷേ മറുവശത്ത് കുട്ടിയെ അതീവ ഗുരുതരമായി ജീവൻ നിലനിർത്താനായി കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച, അങ്ങേയറ്റം സങ്കടകരമായ ഒരു 12 വയസ്സുകാരൻ്റെ കാഴ്ചയാണ് മറുവശത്തുമുള്ളത്. അശ്വതി. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.